ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ബിഗ് നൈറ്റാണ്. ബിഗ് നൈറ്റ് എന്ന് പറയാൻ കാരണം ഇന്ന് ബ്രസീൽ കളത്തിലിറങ്ങുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ബ്രസീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രസീൽ 2002 ലോകകപ്പ് ഫൈനലിന് ശേഷം ഇതുവരെ ഒരു ലോകകപ്പിൻ്റെ നോക്കൗട്ട് മത്സരത്തിൽ ഒരു യൂറോപ്യൻ ടീമിനെയും അവർ പരാജയപ്പെടുത്തിയിട്ടില്ല. അവർ നോക്കൗട്ട് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഇപ്പോൾ പ്രീ ക്വാർട്ടറൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നൊന്നും അവർ യൂറോപ്യൻ ടീമുകളെയല്ല പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2006 തോൽക്കുന്നത് ഫ്രാൻസിനോടാണ്, 2010 അത് നെതർലൻഡ്സിനോടായി, 2014 വീണ്ടും ബ്രസീൽ തോൽക്കുകയാണ്, അത് സെമിയിൽ ജർമ്മനിക്കെതിരെയാണ് നമുക്കറിയാം. 2018 അത് ബെൽജിയത്തോടായി, 2022 ക്രൊയേഷ്യയോടായി. അങ്ങനെ വീണ്ടും ബ്രസീൽ ആദ്യമായിട്ടല്ല ബ്രസീൽ വീണ്ടും ഈ ലോകകപ്പിൽ ഒരു യൂറോപ്യൻ ടീമിനെ നോക്കൗട്ടിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ എതിരാളികൾ നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല, നോർവേയാണ്. നോർവേ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് നമുക്ക് എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ബ്രസീൽ നോർവേ തമ്മിലുള്ള മത്സരത്തിന് ഒരു രസകരമായ ഹിസ്റ്ററി ഉണ്ട്. രസകരമല്ല, ബ്രസീൽ ഇതുവരെ കളിച്ചതിൽ തോൽപ്പിക്കാത്ത, അതായത് ബ്രസീൽ തോൽപ്പിച്ചവരുടെ ലിസ്റ്റിലില്ലാത്ത ഒരു ടീമാണ് നോർവേ. കാരണം ബ്രസീൽ നോർവേയുമായിട്ട് 4 തവണ കളിച്ചു. അതിൽ 3 തവണ ഫ്രണ്ട്ലി മാച്ചായിരുന്നു, ഒരു തവണ 98 വേൾഡ് കപ്പിൽ കളിച്ചു. അന്ന് ബ്രസീലിനെ നോർവേ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ പറ്റാത്തൊരു ടീമാണ് നോർവേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രസീൽ നോർവേ മത്സരത്തെക്കുറിച്ച് തന്നെ വിശദമായി ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോർവേ നമുക്കറിയാം, നോർവേ ഈ ഒരു സമീപകാലത്ത് വലിയ ഹിസ്റ്ററിയുള്ള ഒരു ടീമാണ്. കാരണം ഒരുപാട് യൂറോപ്യൻ എലൈറ്റ് ലെവൽ പ്ലേയേഴ്സുള്ള ടീമാണ്. ഒന്ന് എർലിംഗ് ഹാലൻഡാണ്, എല്ലാവർക്കും അറിയാം. കൂടെ ന്യൂസോ ഉണ്ട്, സൊർലോത്തുണ്ട്, ഐസണലിൻ്റെ ഒരു മിഡ്ഫീൽഡ് എഞ്ചിനായിട്ടുള്ള മാർട്ടിൻ ഒഡേഗാർഡ് ഉണ്ട്. അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട്. ഇപ്പോൾ ബെഞ്ചിൽ പോലും ഓസ്കാർ ബോബിനെ പോലെയുള്ള താരങ്ങളുണ്ട്. നോർവേ ഒരു വശത്തുണ്ട്, മറുവശത്ത് ബ്രസീലാണ്. ബ്രസീലിനും ഇപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ കമ്പാരിസണിലിപ്പോൾ നോർവേയോട് മുട്ടി നിൽക്കാനുള്ള ടീമൊക്കെ അല്ല, അതിനപ്പുറത്തേക്കുണ്ട്. ബെഞ്ചിലടക്കം സൂപ്പർ സ്റ്റാറുകളുടെ ടീമാണ്. പക്ഷേ ഈ നോർവേയുടെ ഒരു പ്ലേയിങ് സ്റ്റൈലിനെ ബ്രസീൽ എങ്ങനെ മറികടക്കുമെന്നാണ് തോന്നുന്നത്. കാരണം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ് നോർവേ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഐവറി കോസ്റ്റ് ആയിരുന്നു നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ റിസൾട്ട് നോർവേയാണ് വിജയിച്ചത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മത്സരം, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സാധ്യത? പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ മത്സരം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ചത് നോർവേ ഡോമിനേറ്റ് ചെയ്യും, നോർവേ ചിലപ്പോൾ ആദ്യം മുതൽ തന്നെ അറ്റാക്ക് ചെയ്ത് കുറേ ഗോളുകൾ നേടാൻ സാധ്യത അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഐവറി കോസ്റ്റ് നല്ല ടീമാണ്, ബട്ട് സ്റ്റിൽ നോർവേയിൽ നമ്മൾ ആ ഒരു ഡോമിനേഷൻ പ്രതീക്ഷിച്ചു. പക്ഷേ നോർവേ കളിച്ച ശൈലി എന്ന് പറയുന്നത് അവർക്കറിയാം. അതായത് ഐവറി കോസ്റ്റിൻ്റെ കയ്യിൽ നല്ല വിങ്ങേഴ്സ് ഉണ്ട്, നല്ല സ്പീഡുള്ള ഡേമോണ്ടെ പോലത്തെ വിങ്ങേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു നോർവേയുടെ ഒരു പ്രശ്നമെന്ന് പറയാം, അവരുടെ ഒരു വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ വിങ്ങേഴ്സ് കയറി കളിക്കുന്ന വിങ് ബാക്സ് ആണ്, കുറച്ച് അപ്പ് പുഷ് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എതിർ ടീമിൻ്റെ വിങ്ങേഴ്സിന് കുറച്ച് സ്പേസ് കിട്ടി അവർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഐവറി കോസ്റ്റിന് നല്ല വിങ്ങേഴ്സ് ഉള്ളതുകൊണ്ട് അവർ കുറച്ച് പിന്നിലേക്ക് ഇറങ്ങിയാണ് കളിച്ചത്. ആ പ്രഷർ, അതായത് ഐവറി കോസ്റ്റിൻ്റെ പ്രഷർ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് പ്രഷർ അബ്സോർബ് ചെയ്തിട്ട് ഒരു അവസരം കിട്ടിയാൽ കയറുക എന്നുള്ളൊരു ശൈലിയിലാണ് കളിച്ചത്. അതേസമയം മറ്റ് ടീമുകൾക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെനഗലിനെതിരെ കളിച്ചപ്പോഴും അല്ലെങ്കിൽ ഇറാഖിനെതിരെ കളിച്ചപ്പോഴും ഒരു കംപ്ലീറ്റ്ലി വേറൊരു സ്റ്റൈലാണ് കളിച്ചത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും മാറ്റി കളിക്കാൻ പറ്റിയൊരു ശൈലി, ഇന്ന സ്റ്റൈൽ എന്നല്ല, അവർ മത്സരം ജയിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വരുന്നൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു ഐവറി കോസ്റ്റിന് എതിരെ കളിച്ച പോലെ തന്നെ ഇറങ്ങി കളിക്കാനൊരു സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഈ ബ്രസീലിൻ്റെ വിങ്ങേഴ്സ് നല്ല സ്ട്രോങ് ആണ്. വിനീഷ്യസ് ജൂനിയറിൻ്റെ പുറത്ത് റയാനുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞയാണെങ്കിലും എൻട്രിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ റണ്ണുകൾ നടത്തുന്ന നല്ല പറ്റുന്ന പ്ലെയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കധികം സ്പേസ് കൊടുക്കാതെ നിങ്ങൾ അറ്റാക്ക് ചെയ്തോളൂ. ഇപ്പോൾ ജപ്പാൻ കളിച്ചത് കണ്ടില്ലേ, ആ ഒരു ഇറങ്ങി കളിക്കാമെന്നുള്ള ശൈലിയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ജപ്പാനും ഇത് തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കര ഏരിയലി അബിലിറ്റിയുള്ള പ്ലെയേഴ്സ് ഉണ്ട് നോർവേക്ക്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ജപ്പാനെതിരെ ഇവർ ഏരിയൽ ബോളുകളിട്ട് ജപ്പാനെ പ്രഷർ ചെയ്ത പോലെ ഇവർ അത്രയ്ക്ക് അങ്ങോട്ട് പ്രഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഡോമിനേറ്റ് ചെയ്യും, ആ ഒരു ഏരിയൽ പ്രസൻസ് അവർക്ക് ഡോമിനേറ്റ് ചെയ്യും. ആൻഡ് ഈ പറഞ്ഞ പോലെ തിരിച്ചായിരിക്കും ചെയ്യുക, അവർ ബ്രസീലിനെ പ്രഷറാക്കും. അവന് കൗണ്ടർ അറ്റാക്കിലും അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. എർലിംഗ് ഹാലൻഡ് റണ്ണുകളൊക്കെ നമുക്കറിയാം. ഒറ്റ ബോൾ നമ്മൾ എഡേഴ്സണൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട്, സിറ്റിയിൽ എഡേഴ്സണൊക്കെ ഒറ്റ ബോളിൽ എർലിംഗ് ഹാലൻഡിനെ അസിസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട്. അപ്പോൾ ഒറ്റ ബോൾ മതി ശരിക്ക് അവിടെ എത്താൻ. ആൻഡ് ഇതാണ് നോർവേയുടെ ഞങ്ങൾ പറയാണ്, ഇപ്പോൾ നോർവേ ജയിക്കും അല്ലെങ്കിൽ നോർവേ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ബ്രസീൽ ഭയങ്കര തോൽക്കുമെന്നല്ല പറയുന്നത്. ബട്ട് നോർവേക്ക് ഇങ്ങനെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ബ്രസീലിന് ക്വാളിറ്റി ഉണ്ട് പ്ലെയേഴ്സിൽ. ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒറ്റ നിമിഷത്തിൽ കളി മാറ്റാനുള്ള ഇതുണ്ട്. ബെഞ്ചിൽ അത്രയും പ്ലെയേഴ്സ് ഉണ്ട് ബ്രസീലിൽ. ആൻഡ് കാർലോ ആഞ്ചലോട്ടിയാണ് കോച്ച്.
ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെയാണ്, ജയിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ചിന്തയില്ലാത്ത കോച്ചാണ്. അതുകൊണ്ട് തന്നെ അത് ചെറിയൊരു ചേഞ്ചിൽ കഴിഞ്ഞ മത്സരത്തിൽ കൊണ്ട് മാർട്ടിനെല്ലി വന്ന ചേഞ്ചൊക്കെ കണ്ടു. അപ്പോൾ ചെറിയൊരു ചേഞ്ച് വരുത്തി കളി മാറ്റി മറിക്കാൻ പറ്റിയൊരു കോച്ചുണ്ട് ബ്രസീലിന്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി വെച്ച് ഒറ്റ മൂവ് കൊണ്ട് കളി ജയിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹാലൻഡിനെ തളയ്ക്കാൻ ഗബ്രിയേൽ ഉണ്ട്. ഹാലൻഡിനെ ന്യൂട്രലൈസ് ചെയ്തൊരു പ്ലെയർ എനിക്ക് പല ഫുട്ബോൾ ഫാൻസിനും ഓർമ്മയുള്ളത് ഗബ്രിയേൽ നല്ല രീതിയിൽ ഹാലൻഡിനെ പ്രൊവോക്ക് ചെയ്യുന്നതും ഒപ്പം ന്യൂട്രലൈസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതേപോലെ റുഡിഗർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആ ഒരു ഹാലൻഡിനെ മാൻ മാർക്ക് ചെയ്ത് പിടിച്ച് നിർത്താൻ ഇപ്പോൾ ഗെൽപ്പുള്ളൊരു ഡിഫൻഡർ ഉണ്ട്. അത് തന്നെയായിരിക്കും പ്ലാൻ. ഹാലൻഡിലേക്കുള്ള ബോളുകളൊക്കെ കട്ട് ഓഫ് ചെയ്യുക, ക്രോസുകളെല്ലാം കട്ട് ഓഫ് ചെയ്യുക. അത് തന്നെയായിരിക്കും ബ്രസീലിൻ്റെ പ്ലാൻ. ഡിഫെൻഡിങ്ങിൽ, അറ്റാക്കിൽ പറഞ്ഞ പോലെ ചെറിയ മൊമെൻറ്റുകൾ എടുത്ത് വിനീഷ്യസ് ജൂനിയറിലും റയാനിലും ആയിരിക്കും പ്രതീക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ നോർവേയെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാന ടോപ്പിക് ഹാലൻഡിനെ എങ്ങനെ പിടിച്ചു കിട്ടുന്നുള്ളതാണ്. അതിന് ബ്രസീലിന് ബെസ്റ്റ് ഉത്തരം തന്നെയാണ്. അവർ പറഞ്ഞു ഗബ്രിയേൽ എന്നാണ്. കാരണം പ്രീമിയർ ലീഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. കുറേ ആക്ഷൻസ് യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറേ മെയിംസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഗബ്രിയേൽ ഹാലൻഡിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പല്ലിറുന്നു, സ്റ്റേ ഹംബിൾ. അപ്പോൾ എങ്ങനെയാണ് ഗബ്രിയേൽ ഹാലൻഡ് പോരാട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗബ്രിയേൽ ഹാലൻഡ് പോരാട്ടം തന്നെയായിരിക്കും. ഹാലൻഡ് നമുക്കറിയാം, നോർവേക്ക് വേണ്ടി 53 മത്സരങ്ങൾ 60 ഗോളുകളാണ് അടിച്ചത്. ഇത്ര സ്പീഡിൽ കുറഞ്ഞ മത്സരത്തിൽ 60 ഗോളുകൾ അടിച്ച വേറൊരു പ്ലെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രസീലിൻ്റെ ഇപ്പം ഏറ്റവും ടോപ്പ് സ്കോററായ നെയ്മർ പോലും ഇത്രയും വർഷത്തിലാണ് ടോപ്പ് സ്കോറായത്. ഇദ്ദേഹം 60 ഗോളിലെത്തിയത് വെറും 53 മത്സരങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ച മെഷീൻ്റെ വരെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, സ്കോർ ചെയ്യുക. പക്ക മോഡേൺ സ്ട്രൈക്കറാണ്. ബോക്സിനുള്ളിൽ എപ്പോഴും ഡേഞ്ചറാണ്. അത് അയാളുടെ എങ്ങനെയാണ് ഗോളടിക്കുക, എപ്പോഴാണ് ഗോളടിക്കുക എന്ന് പറയാൻ പറ്റില്ല. ബോക്സിനുള്ളിൽ ആ ഒരു പ്രസൻസ് അത് എന്നും മറ്റൊരു ഡിഫൻഡേഴ്സിന് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഗബ്രിയേൽ പ്രൂവ് ചെയ്തിരിക്കുന്ന ഹാലൻഡിനെ എനിക്ക് ഡീൽ ചെയ്യാവുന്നുള്ളൂ എന്ന് പലതവണ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പലതവണ ഹാലൻഡും വിൻ ചെയ്തിട്ടുണ്ട്. പലതവണ ഹാലൻഡ് ഒന്നും ഹാലൻഡ് ചെയ്യാൻ പറ്റാത്ത മാച്ചസിൽ പോലും ഹാലൻഡ് അവസാന സ്കോർ ലിസ്റ്റ് നോക്കുമ്പോൾ സ്കോറേഴ്സിൻ്റെ പട്ടികയിൽ ഹാലൻഡിൻ്റെ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഹാലൻഡ് ഗബ്രിയേൽ പോരാട്ടമായിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഗബ്രിയേൽ ഹാലൻഡ് എന്ന് പറയുന്നൊരു നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി പറയണം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതിനേക്കാൾ വലിയ പോരാട്ടം നടക്കുന്നത് മിഡ്ഫീൽഡിലായിരിക്കും. കാരണം മാർട്ടിൻ ഒഡേഗാർഡ് എന്ന് പറയുന്ന ഒരു ഐസനലിൻ്റെ എഞ്ചിൻ അവിടെയുണ്ട്. നമുക്ക് തോന്നുന്നത് ഹാലൻഡിലേക്ക് ബോളെത്തണമെങ്കിലും ഈ ഒഡേഗാർഡ് വിചാരിക്കണം. മറുവശത്ത് ബ്രസീലിനുണ്ട്. ഇപ്പോൾ ബ്രൂണോ ഗിമറായസ്, കസമിറോ, സഖ്യമുണ്ട്. ഇവർക്കായിരിക്കും എനിക്ക് തോന്നുന്നത് ഒഡേഗാർഡിനെ പൂട്ടുക എന്നുള്ളൊരു ചുമതല കൂടി അവർക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ സംഭവിക്കുക? മാർട്ടിൻ ഒഡേഗാർഡ് ഇപ്പം ലാസ്റ്റ് സീസണിൽ ആഴ്സണലിൻ്റെ മാച്ചസ് നോക്കുകയാണെങ്കിൽ കുറേ കാലം വരെ ഇഞ്ചുറി ആയിരുന്നു, കുറേ കാലം ഫോം ഔട്ട് ആയിരുന്നു. അപ്പം മാർട്ടിൻ ഒഡേഗാർഡ് ഒരു എങ്ങനെ കളിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാസ്റ്റ് സീസൺ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഫോം ഔട്ട് തന്നെ പറയാം. പക്ഷേ വേൾഡ് കപ്പിലേക്ക് വന്ന് നമുക്ക് കളി മാറി. അദ്ദേഹം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. 3 അസിസ്റ്റ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിൽ അതൊരു പോരാട്ടമായിരിക്കും. മിഡ്ഫീൽഡിൽ അങ്ങനെ നോക്കുമ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് ബ്രസീലിയൻ പ്ലേയേഴ്സിനാണ്. ഈ കസീമിറോനെ പിടിച്ചെട്ടാൻ സാധിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. കസീമിറോയും ബ്രൂണോ ഗിമറാഷും ഒക്കെ ഇവർ ഫിസിക്കലി കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഗിമറാഷൊക്കെ പ്രീമിയർ ലീഗിൽ നമ്മൾ ന്യൂകാസിലിന് വേണ്ടി കാണുന്നതാണ്. അങ്ങനെ ഉള്ള അവസരങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒഡേഗാർഡിന് ഫിസിക്കൽ ബാറ്റിൽ വരുന്ന സമയത്ത് ഒഡേഗാർഡ് കുറച്ചൊന്ന് ഡൗൺ ആവുന്നതാണ് കാണാറ്. പക്ഷേ ടെക്നിക്കലി വരുമ്പം കുറച്ചൊരു ഫ്രീ സ്പേസിൽ നിന്നും ബോൾ കിട്ടുകയാണ്, പെട്ടെന്ന് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒഡേഗാർഡിന് സാധിക്കും. ഇവർ അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഒഡേഗാർഡിന് ചാൻസ് വരും. ഇപ്പം കസീമിറോ നമുക്കറിയാം, ഒരു ഗോളിലൊക്കെ ഡൗൺ ആയി കിടന്നാൽ കസീമിറോ മുകളിലെത്തും. അങ്ങനെയുള്ള സമയത്ത് മിഡ്ഫീൽഡിൽ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ ഒഡേഗാർഡ് ഈ ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ അതാണ് ഒഡേഗാർഡിലേക്കുള്ള ഇൻബോൾസും ഔട്ട് ബോൾസും ബ്ലോക്ക് ചെയ്യായിരിക്കും മിക്കവാറും ബ്രസീൽ ശ്രമിക്കുക. അതേപോലെ ഹാലൻഡിൻ്റെ മേലെ ആ ഒരു അപ്പിൽ ഐസൊലേറ്റ് ചെയ്യുക എന്നായിരിക്കും മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ലുക്കാസ് പക്കറ്റ കഴിഞ്ഞ മത്സരത്തിൽ ഹാഫിൽ പരിക്കേറ്റ് പുറത്തു പോയത് നമ്മൾ കണ്ടതാണ്. കാരണം പക്കറ്റ ആയിരുന്നു ഒരു അഞ്ചലോട്ടിയുടെ ഫസ്റ്റ് ഓപ്ഷൻ, പ്രത്യേകിച്ചും ഒരു മിഡ്ഫീൽഡ് റോളിൽ. അപ്പോൾ ആ റോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന പലതരം ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത് മത്തേവസ് കുഞ്ഞ കുറച്ച് ബാക്കോട്ട് ഇറങ്ങിയിട്ട് പുതിയൊരു സ്ട്രൈക്കർ എൻട്രിക്ക് വന്നു. അപ്പോൾ ഈ മത്സരത്തിലും ആ ഒരു ഫോർമേഷൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും നെയ്മർ പുറത്തിരിക്കുന്നുണ്ട്. അഞ്ചലോട്ടി തന്നെ പറയുന്നു 90 മിനിറ്റ്സ് കളിക്കാൻ പ്രാപ്തിയാണ് നെയ്മർ എന്ന് പറയുന്നത്. എന്നാലും ഞാൻ വിചാരിക്കുന്നില്ല ഈ ഒരു നോർവേ പോലെ ഹൈ ഫിസിക്കൽ ടീമിനോട് നെയ്മർ ഫുൾ ടൈം കളിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്നാലും നെയ്മർ കളിച്ചേക്കാം. മത്സരത്തിൻ്റെ ഒരു സാഹചര്യം കൂടി നോക്കിയിട്ടായിരിക്കും ആഞ്ചലോട്ടി തീരുമാനമായിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻട്രിക്ക് ഫസ്റ്റ് ലെവലിൽ തന്നെ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. എൻട്രിക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു കീ സ്ട്രൈക്കർ റോൾ, നമ്പർ 9 റോൾ എൻട്രിക്ക് വരും. എൻട്രിക്കിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിലെ അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിലെ ആദ്യമായിട്ടായിരിക്കും ഫസ്റ്റ് ലെവലിൽ വരുന്നുണ്ടാവും. അതിൽ എങ്ങനെയാണ് ആ ഒരു ഷഫ്ലിങ്ങിനെ എങ്ങനെയാണ് കാണുന്നത്? ഷഫ്ലിംഗ് എന്നുപരി ഒരു സേഫർ ഓപ്ഷൻ
ആണ് ആ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാർട്ടിനെല്ലി ഒക്കെ ഉണ്ട്. മാർട്ടിനെല്ലിയെ പിടിച്ച് മാർട്ടിനെല്ലിക്ക് അറിയാത്തൊരു പൊസിഷനിലേക്ക് ഇടുന്നത്. മാർട്ടിനെല്ലി എന്തായാലും ലെഫ്റ്റ് വിങ്ങറാണ്, വിനീഷ്യസിനെ എന്തായാലും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ മാർട്ടിനെല്ലി 11ലേക്ക് വന്നാലും ആ ഒരു പൊസിഷൻ എന്തായാലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അധികം കളിച്ച് ശീലമില്ലാത്ത ഇഗോർ തിയാഗോനെ കൊണ്ടുവരാന്ന് പറയുന്നതൊക്കെ ഒരു എക്സ്പെരിമെൻ്റൽ റോളുകളാണ്. ആ എക്സ്പെരിമെൻറ്റിന് ആഞ്ചലോട്ടി മുതിരാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു മത്സരമാണ്, ആഞ്ചലോട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അതായത് ഹോസലുവിനെ വെച്ചിട്ടൊക്കെ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ കളിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ പകുതിയിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ആ ഒരു ജപ്പാനെതിരെ കളിച്ച ആ ഒരു സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഫോർമേഷനിൽ തന്നെയായിരിക്കും, ആ ഒരു ലൈനപ്പ് തന്നെയായിരിക്കും കളിക്കാൻ സാധ്യത. ഈ പറഞ്ഞ പോലെ കുഞ്ഞിയായിരിക്കും ആ ഒരു റോളിൽ കളിക്കുക. അതൊക്കെ കുഞ്ഞ് എന്താ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ എൻട്രിക്കിനൊപ്പം നിന്ന് ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ യുണൈറ്റഡിലൊക്കെ കളിക്കുന്ന പോലെ ഒരു റോളിലേക്ക് കയറിയാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ആഞ്ചലോട്ടിയാണ് അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ആൻഡ് എനിക്ക് പക്ഷേ വിങ്ങേഴ്സ് ആയിരിക്കും ഈ ഒരു മാച്ചിൽ ബ്രസീലിൻ്റെ. നമുക്ക് കഴിഞ്ഞ മാച്ചിലൊക്കെ അങ്ങനെയാണ്, വിങ്ങേഴ്സാണ് ആ ഒരു സോഴ്സ് വരുന്നത്. ഈ നമ്മൾ പറഞ്ഞു ഈ നോർവേയുടെ ഫുൾ ബാക്സിൻ്റെ ഒരു വൾണറബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ കയറി കളിക്കുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിൻ്റെ മത്സരത്തിൽ ബി ടീം ആണെങ്കിൽ പോലും ഗോളുകളെല്ലാം വന്നത് ആ റൈറ്റ് വിങ്ങിൽ നിന്നാണ് ഗോളുകൾ വന്നത്. അതേസമയം പിന്നെ ഈ ഐവറി കോസ്റ്റിനെതിരെയുള്ള മാച്ചിലും ഗോൾ വന്നത് ആ റൈറ്റ് വിങ്ങിൽ നിന്നാണ്. റൈറ്റ് വിങ്ങിൽ നിന്ന് മദ്രിയാലോ നടത്തിയ ചെറിയ ഒരു എക്സ്ചേഞ്ചിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത്. അപ്പോൾ അതേപോലെ എക്സ്ചേഞ്ചുകൾ നടത്തി പോകാൻ പറ്റിയ പ്ലെയേഴ്സ് ബ്രസീലിലുണ്ട്. ആ ഒരു എക്സ്ചേഞ്ചുകൾ നടത്തി റയാനോ അല്ലെങ്കിൽ വിനീഷ്യസ് നമുക്കറിയാം എങ്ങനെയാണ് ബോക്സിൻ്റെ ഉള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ചേഞ്ചസ് നടത്തി രണ്ട് വിങ്ങിലും കയറി ഒരു ഗോൾ അടിക്കാനായിരിക്കും മിക്കവാറും ബ്രസീലിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എന്നൊരു സ്റ്റൈൽ എന്നിരിക്കുന്നു. ആൻഡ് മിഡ്ഫീൽഡ് ബാറ്റിൽ ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് ബാറ്റിൽ ഭയങ്കര ക്രൂഷ്യലായിരിക്കും. മിഡ്ഫീൽഡ് ബാറ്റിൽ എങ്ങനെ ആര് വിൻ ചെയ്യുന്നു, കാസമിറോ തന്നെയായിരിക്കും എന്തായാലും ആ ഒരു ബാറ്റിൽ ക്രൂഷ്യലാവുക. സോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, വിങ്ങേഴ്സ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ നോർവേയുടെ അറ്റാക്കിനെ നമ്മളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, ഹാളൻഡിനും സോസറിലും. പക്ഷേ നോർവേയുടെ ഡിഫൻസ് സത്യത്തിൽ വീക്കാണ്. കാരണം അവർ കളിച്ച 4 മത്സരത്തിലും അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിനെതിരെ ബി ടീം എന്നൊക്കെ പറയുമെങ്കിൽ പോലും 4 വാങ്ങിയിട്ടുണ്ട്. ഐവറി കോസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്, ഇറാഖ് ഗോൾ അടിച്ചിട്ടുണ്ട്, സെനഗൽ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് എനിക്ക് തോന്നുന്നു അവരത്ര സോൾഡാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഹാളൻഡിനെ എങ്ങനെ പിടിച്ചിട്ടെന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനമാണ് വിനീഷ്യസ് ജൂനിയറിനെ ആര് പിടിച്ചിട്ടെന്നുള്ള വലിയൊരു ചോദ്യം അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു അതന്നെ അവരുടെ റൈറ്റ് വിങ്ങിലെ പേര് എൻ്റെ മൈൻഡിലില്ല. ഒരു പ്രധാനപ്പെട്ട താരമില്ലാതെ അവരുടെ സെക്കൻഡ് ഓപ്ഷനാണ് വിനീഷ്യസിനെ നോക്കാനുള്ള ചുമതലയുള്ളത്. റയേഴ്സിന് ഇഞ്ചുറിയാണ്. അപ്പോൾ റയേഴ്സിന് പകരം പെൻഡേഴ്സൺ ആണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഇറങ്ങിയത്. അത് വിനീഷ്യസ് ജൂനിയറിനെ എങ്ങനെ പിടിച്ചു കിട്ടുന്നുള്ളതാണ്. ഇനി വിനീഷ്യസിനെ പിടിച്ചു കിട്ടിയാലും ഇതിലേക്ക് ഓടിക്കയറാൻ പറ്റിയ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എൻട്രിക്കിന്റെ റണ്ണുകൾ നമുക്കറിയാം എങ്ങനെയാണ്. എൻട്രിക്കിന് വേറൊരു ഗുണം കൂടി, എൻട്രിക്ക് ബോക്സിന്റെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ പ്ലെയറും കൂടിയാണ്. ബോക്സിന്റെ പുറത്തൊരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം കുഞ്ഞി അങ്ങനെ തന്നെയാണ്. കുഞ്ഞ യുണൈറ്റഡിൽ ലോങ് റേഞ്ച് അടിച്ചിട്ടാണ് ആഴ്സണലിനൊക്കെ തോൽപ്പിക്കുന്നത്. കുഞ്ഞ ലോങ് റേഞ്ച് അടിച്ചിട്ടാണ്. പിന്നെ അതല്ല ഈ ഒരു രസകരമായ ബാറ്റിലായിരിക്കും ഈ എൻട്രിക്ക് ഉണ്ടല്ലോ. ഈ ഒരു നോർവേയുടെ ഹൈ ഫിസിക്കും ഹൈറ്റൊക്കെ ഉള്ള പ്ലേസിനിടയിൽ കൂടെ ഈ എൻട്രി കൂടി കയറാൻ നോക്കുന്നത് എനിക്ക് തോന്നുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അറ്റാക്കാണ്. കാരണം ഈ ടൂർണമെൻറ്റിലെ എക്സ്പെക്റ്റഡ് ഗോൾസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആവറേജുള്ള ടീമാണ് ബ്രസീൽ. അപ്പോൾ ആ ഒരു അറ്റാക്കിനെതിരെ നോർവേക്കും പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നോർവേ ഒരു പ്രത്യേക ഊർജ്ജത്തിലാണ് ഈ ടൂർണമെൻറ്റിൽ കളിക്കുന്നത്. ഫ്രാൻസിനെതിരെ തോറ്റെങ്കിലും അവർ സത്യത്തിൽ 98-ന് ശേഷം ആദ്യമായിട്ട് വേൾഡ് കപ്പിലേക്ക് വരികയാണ്. പിന്നെ അവരുടെ ഒരു കൾച്ചറിലൊക്കെ പ്രൈഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരുടെ ഒരുപാട് സെലിബ്രേഷൻ നമ്മൾ കാണുന്നുണ്ട്. അവർ ഒരു നോർവേ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു വേൾഡിന് മുമ്പിൽ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഊർജ്ജം അവർക്കുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഗോൾഡൻ ജനറേഷനാണ് ഇത് എന്നൊക്കെയുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അവരുടെ കോച്ച് കഴിഞ്ഞ മത്സരത്തിൽ വിജയത്തിന് ശേഷം തമാശ രൂപേണ പറയുന്നുണ്ട്, വി ആർ വെയിറ്റിംഗ് ഫോർ കാർലോ ആഞ്ചലോട്ടി എന്നൊക്കെ. പക്ഷേ ഇത് ബ്രസീലാണ്. പിന്നെ അപ്പുറത്തുള്ളത് കാർലോ ആഞ്ചലോട്ടിയാണ്. കാർലോ ആഞ്ചലോട്ടി ഈസ് എ നോക്കൗട്ട് മാനേജർ. കാരണം ക്ലബ് ലെവലിലൊക്കെ ഒരുപാട് മത്സരങ്ങൾ നോക്കൗട്ടിൽ വിജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം ചെറിയ ചെറിയ ടെക്നിക്കുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു പ്ലെയറെ ഇറക്കി വിടുന്നത്, ഒരു പ്ലെയറിന് സൈക്കോളജിക്കൽ ബൂസ്റ്റ് കൊടുക്കുന്നത്, അതിലൊക്കെ അദ്ദേഹം ഒരു മാസ്റ്ററാണ്. അപ്പോൾ കാർലോ ആഞ്ചലോട്ടിയിൽ തന്നെയായിരിക്കും ബ്രസീൽ ആരാധകർക്ക് ഇന്ന് വലിയ പ്രതീക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. ഈ മാർട്ടിനെല്ലിയെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഞാൻ ആർസണൽ ഫാനാണ്. ആർസണൽ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഇന്ന് മാർട്ടിനെല്ലി ഫസ്റ്റ് ടീമിലുണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും വിനീഷ്യസിൻ്റെ ആ ഒരു പ്ലേസിൽ എന്തായാലും വരാൻ പറ്റില്ല. മാർട്ടിനെല്ലി സ്ഥിരമായിട്ട് കളിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ്. സോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് മാർട്ടിനെല്ലി ഇന്ന് വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ജപ്പാനെതിരെ നമ്മൾ കണ്ട് ലാസ്റ്റ് ഇറങ്ങിയത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിരുന്നു. ആൻഡ് ഒരു ഗോളും സ്കോർ ചെയ്യാൻ പറ്റി. അപ്പം അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനല്ല ഒരിക്കലും. ആ ഒരു പൊസിഷനിൽ എത്രത്തോളം അദ്ദേഹത്തിന് തിളങ്ങാൻ പറ്റുമെന്നും അറിയില്ല. പക്ഷേ കഴിഞ്ഞ മത്സരം നമ്മളെല്ലാം പ്രതീക്ഷിച്ചതിന് എതിരായിട്ടാണ് വന്നത്. അദ്ദേഹം ആ ഒരു
അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ വരികയും സ്കോർ ചെയ്യുകയും വിജയത്തിൽ ഒരു പ്രധാന defensive പങ്കാളിയാവുകയും duty ചെയ്തു. പ്രധാന പങ്കാളിയാവുകയും ചെയ്തു. ഡിഫൻസീവ് ഡ്യൂട്ടി അദ്ദേഹം എപ്പോഴും ചെയ്യില്ല. അതായത് റൺ ചെയ്യുന്ന പ്ലെയർ ആയതുകൊണ്ട് എപ്പോഴും തിരിച്ചെത്താൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. ഒരു ഓപ്പോസിറ്റ് ടീമിൻ്റെ ഒരു കൗണ്ടർ വരുന്ന സമയത്തായാലും ഒക്കെ തിരിച്ചെത്താൻ അദ്ദേഹത്തിന് പറ്റാറുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ എത്രത്തോളം അഞ്ചലോട്ടി റിസ്ക് എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റിസ്ക് എടുത്തേ മതിയാവുള്ളൂ. ആകെ അവർ ഞാൻ വിചാരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെ ആയിരിക്കും. മറ്റൊരു വരികയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും എന്നാണ്. അതായത് ആഞ്ചലോട്ടിക്കൊരു ശീലമുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് അദ്ദേഹം കാണും, സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു മത്സരത്തിലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏരിയലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് ബ്രസീലിൻ്റെ ഇല്ല എന്നല്ല, ഈ എൻട്രിക്ക് അത്ര ഏരിയയിൽ ഏബിൾ അല്ല എന്നുള്ളൂ. ഏരിയൽ ഏബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലെയർ ഉണ്ട് ബ്രസീലിൻ്റെ സബ്ബിൽ, ഇഗോർ തിയാഗോ ഉണ്ട്. സ്വീകാർ തിയാഗോനെ ചിലപ്പോൾ ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നേക്കാം. നമുക്ക് അതാണ് ആഞ്ചലോട്ടിയുടെ ഒരു ഇത്. ആഞ്ചലോട്ടി അൺപ്രഡിക്റ്റബിൾ ആണ്. ഇങ്ങനെ അദ്ദേഹം ആരെ കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല. ഹോസ്റ്റലുവിനെ എങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവന്നതും ആ ഹോസ്റ്റലു കളി മാറ്റിയ ഇതുണ്ട്. ബയേണിനെതിരെയുള്ള സെമിഫൈനലൊക്കെ നമുക്ക് റയൽ ആ ഒരു അതുപോലെ തന്നെ ഇനിയും ഈ ഒരു മത്സരത്തിനുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് നെയ്മർ വന്നേക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ പലരും അതെ എല്ലാ ബ്രസീൽ ആരാധകരും പ്രതീക്ഷിക്കുന്നത് നെയ്മർ ആദ്യ ലെവലിൽ ഉണ്ടാകണം അല്ലെങ്കിൽ കളിക്കണം എന്നാണ്. പക്ഷേ ആദ്യ ലെവലിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ നെയ്മറിനെ ഇറക്കി വിട്ട് ആ ഒരു മൊമെൻറ്റ് ഓഫ് നെയ്മർ ആ ഒരു സ്കോട്ട്ലൻഡിനെതിരെ 15 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 15 മിനിറ്റിൽ 3 ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫ്ലെയർ മതി കളി മാറ്റാൻ. അപ്പോൾ നെയ്മറുടെ ഫ്ലെയർ ഈ ഒരു പ്രായത്തിലാണെങ്കിലും ഈ ഒരു അവസ്ഥയിലാണെങ്കിലും നെയ്മർ ഇപ്പോൾ ഫ്ലെയർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. അതുകൊണ്ട് നെയ്മറിനെയും ചിലപ്പോൾ ആഞ്ചലോട്ടി. നോർവേ ടീമിലൊരു നെയ്മർ ഫാനോട് ഉണ്ട്, ന്യൂസോ എന്ന് പറയുന്നത്. ചെറുപ്പകാലം തൊട്ട് തന്നെ നോർവേ വേൾഡ് കപ്പിൽ കളിക്കാത്തതുകൊണ്ട് അദ്ദേഹം ബ്രസീലിന് വേണ്ടി ഇവിടുത്തെ കേരളത്തിലെ ആരാധകർ പോലെ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു. 2014 ബ്രസീലിനെ സപ്പോർട്ട് ചെയ്ത പ്ലെയറാണ്. നെയ്മറെ കാണാൻ പോവുകയും ജെയ്സി കൈമാറൊക്കെ ചെയ്ത ഒരു ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് നെയ്മർ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ജോലി തന്നെയായിരിക്കും ചെയ്യാന്നുള്ളത് തന്നെയാണ്. നെയ്മറും പറഞ്ഞിട്ടുണ്ട് അത്. ഞാൻ വിനീഷ്യസ് ആണ് ഈ ടീമിലെ സ്റ്റാർ എന്ന് നെയ്മർ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നാളൊക്കെ ആ ഒരു മത്സരത്തിൽ സബ്ബായിട്ട് വരാനാണ് സാധ്യത. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ബ്രസീലായിരിക്കും ബോളിൽ ഡോമിനേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ബ്രസീലായിരിക്കും. പൊസിഷൻ മൊത്തം ബ്രസീൽ കൈകാര്യം ചെയ്യും. പിന്നെ മാച്ചസ് നമ്മൾ കാണുമ്പോൾ തന്നെ ഓരോ മാച്ച് കഴിയുമ്പോൾ ബ്രസീൽ അവരെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനെതിരെ മത്സരം നമുക്ക് ഒരു ഡൗട്ടിലായിരുന്നു ബ്രസീൽ ജയിക്കുമോ ഇല്ലെന്ന്. ജപ്പാൻ ലാസ്റ്റ് 10 മത്സരങ്ങളിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ബ്രസീലിനെ നേരിടുന്നത്. അതിൽ ആ 10 മത്സരങ്ങളിൽ തന്നെ ഒരു മത്സരം ബ്രസീലിനെതിരെ ജയിച്ചുകൊണ്ടാണ് അവർ വന്നത്. അങ്ങനെ വന്ന് ജപ്പാൻ ആദ്യം ഒരു ഗോൾ അടിക്കുന്നു. പിന്നെ നമ്മൾ യഥാർത്ഥ ബ്രസീലിനെ കണ്ടു. ബ്രസീൽ ഗിയർ മാറ്റി പിന്നെ അവർ അവരുടേതായിട്ടുള്ള ശൈലിയിലേക്ക് വന്ന് കളി മാറി. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഒരു ഇന്നിങ് സ്പിരിറ്റ് അവരെ മാച്ചിൽ നമ്മൾ കണ്ട്. അപ്പം അത് തന്നെയാണ് എനിക്ക് പറയുള്ളത്. ജയിക്കോ വിജയിക്കോ എനിക്കല്ല, ബ്രസീലായിരിക്കും ഏറ്റവും സുന്ദരമായി കളിക്കുന്നതും ഏറ്റവും പൊസിഷൻ കൈകാര്യം ചെയ്യുന്നതും ബ്രസീലായിരിക്കും. നോർവേ എനിക്ക് തോന്നുന്നത് ഒരു ഗോളൊക്കെ അടിച്ചാൽ പിടിച്ച് നിൽക്കാനുള്ള സമയമായിരിക്കും. കൂടെ ബ്രസീലിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചൊരു പ്രഷറൊക്കെ കൊടുത്തിട്ട് ഒന്ന് പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളും നോർവേ നടത്താൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാർഡൊക്കെ വാങ്ങിക്കൊടുക്കാനും കാസിമിറോയെ പോലെയുള്ള ഒരുപാട് പ്രൊവോക്കഡായ താരങ്ങളുണ്ട്, വിനീഷ്യസ് ആയാലൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ നോർവേ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. ബാക്കി ഏതായാലും നമുക്ക് മത്സരശേഷം സംസാരിക്കാം.